കൂട്ടുകാരെ, രാവിലെ ഉറക്കണിച്ചപ്പോൾ തന്നെ പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓടിപ്പോയി അതെടുത്തൊന്ന് കഴിച്ചു. പിന്നെ എൻ്റെ കൈ ചെറുതായിട്ടൊന്നും പറഞ്ഞു, കുപ്പിവള കൊണ്ടതാണ്, കൈയാകുമ്പോൾ മുറി, അതുകൊണ്ട് ഞാൻ അത്ര മൈൻഡ് ചെയ്യില്ല. പിന്നെ കൈ മുറിഞ്ഞ വലിയ കുറച്ച് വീട്ടിൽ കുറച്ച് പ്രശ്നമൊക്കെ കാണിച്ചു, അയ്യോ എൻ്റെ കൈ മുറിഞ്ഞെന്ന് പറഞ്ഞ്. അതൊക്കെ ടിപ്പിക്കൽ ഡയലോഗാണ്. പിന്നെ പഠിക്കാൻ പോകാൻ നല്ല മടിയായിരുന്നു. പിന്നെ പഠിക്കാൻ പോയാലേ പറ്റുള്ളൂ. പക്ഷെ ഫുഡ് കഴിക്കാൻ ഒരു മടിയില്ല. നേരെ എത്തിപ്പെട്ടത് ഹോട്ടൽ വിസ്മയിലോട്ടാണ്. എന്തിനാണ് അവിടെ പോയെന്നായിപ്പോയി. എൻ്റെ അമ്മോ, മട്ടൻ ബിരിയാണിയും ചെട്ടിനാട് ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെട്ടിനാട് കഴിക്കുന്നത്. അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടില്ല. എങ്ങനെയൊക്കെ തിന്ന്, കരിഞ്ഞ ചിക്കനാണോ എന്താണോ എന്ന് പറഞ്ഞു. മട്ടൻ ബിരിയാണി ഓക്കെയാണ്. പിന്നെ ഒരുപാട് എണ്ണയായിരുന്നു, എനിക്ക് ഒട്ടും കഴിക്കാൻ പറ്റില്ല. പിന്നെ എ സിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ബില്ല് 600 രൂപയായി. കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൈസയൊക്കെ പോകണമല്ലോ. പിന്നെ അതിൻ്റെ മത്ത് മാറാൻ വേണ്ടി വൈകുന്നേരം വരെ ഉറങ്ങേണ്ടി വന്നു. വൈകുന്നേരം വരെ ഉറങ്ങിയിട്ട് കുറച്ച് പുറത്തോട്ട് ഇറങ്ങി എൻ്റെ നാടൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങി. ഇതിൻ്റെ വീട് തൊട്ടടുത്തുള്ള കുളമാണ്. ഇത് അടിപൊളി കുളമായിരുന്നു. ഇപ്പോൾ എന്തോ കുളം ഇങ്ങനെയായി. പക്ഷേ കുറച്ചൊരു മരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ കുളത്തിൽ. അതുകൊണ്ട് ഞാൻ ഇറങ്ങാറില്ല. പിന്നെ ഇവർ എൻ്റെ കുട്ടി ഫാൻസാണ്. നന്ദുവിനെ അതിൽ ഒരുപാട് സന്തോഷമായി ഇവരെന്നെ കാണാൻ വന്നപ്പോൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.